പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ സുധാകര മാഷും കമലമ്മയും വിക്രമിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ ആകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. വിക്രം വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛനും അമ്മക്കും അത് താങ്ങാൻ കഴിയുന്നില്ല. സുധാകര മാഷ് പറയുന്നുണ്ട്, വിക്രമിന്റെ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ല. വേദമോള് ഇനിയും ഈ വീട്ടിൽ തുടർന്നു കഴിഞ്ഞാൽ ഇനിയും അവളുടെ കണ്ണീര് നമുക്ക് കാണേണ്ടി വരും കമലം. അതൊരിക്കലും നമ്മളായിട്ട് അനുവദിച്ചു കൊടുത്തുകൂടാ. വിക്രമിനെ ഏത് നിമിഷം വേണമെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയേക്കാം. അവനിപ്പോൾ ആ പാതയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് ഉടനടി നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ കമലം. വേദയുടെ ജീവിതം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് രക്ഷിക്കണം. അതുകൊണ്ട് ആ കുട്ടി തിരികെ അവളുടെ വീട്ടിലേക്ക് തന്നെ പോകുന്നതല്ലേ കമലം നല്ലത് എന്നൊക്കെ ചോദിക്കാട്ടെ സുധാകര മാഷ്. സുധാകര മാഷിന്റെ ചോദ്യം കേട്ടുകൊണ്ട് തന്നെ കമലമ്മ സങ്കടപ്പെട്ടിങ്ങനെ പൊട്ടിക്കരയായിരിക്കും. അന്ന് രാത്രി ഏറെ വൈകിട്ടായിരിക്കട്ടെ വിക്രം വീട്ടിലേക്ക് കയറി വരുന്നത്. വിക്രമിനെ കാത്തുകൊണ്ട് തന്നെ വേദ അവിടെ ഇരിക്കുന്നുണ്ടാവും. വേദയെ കാണുന്ന സമയത്ത് തന്നെ വിക്രമിന് അങ്ങ് ദേഷ്യം വരാം കേട്ടോ. എന്നിട്ട് വേദയോട് പറഞ്ഞിട്ട്, എടി നീ കാരണമാണ് അമ്മ എന്നെ തല്ലിയത്. അത് കണ്ടപ്പോൾ നിനക്ക് ഒരുപാടധികം സന്തോഷമായല്ലോ. വേദ ചോദിക്കുന്നുണ്ട്, ഓഹോ നിങ്ങൾക്കത് കണ്ടപ്പോൾ അങ്ങനെയാണോ തോന്നിയത്? രാവിലെ മനസ്സുരുകിയിട്ട് ഒരുപാടധികം വിഷമിച്ചിട്ടാണ് നിങ്ങളുടെ അമ്മ കരഞ്ഞത്. ഇനിയും നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി ചാടിയാൽ അതൊരിക്കലും നിങ്ങളുടെ അമ്മക്ക് സഹിക്കാൻ കഴിയില്ല. അന്നേരം വിക്രമിന് ദേഷ്യം വന്നുകൊണ്ട് തന്നെ വേദിയോട് പറഞ്ഞിട്ട്, നീ എൻ്റെ സമാധാനം കളയാതെ ഇവിടെ നിന്നൊന്ന് പോയേ. എൻ്റെ എല്ലാ പ്രശ്നത്തിനും കാരണം നീ ഒരൊറ്റ ഒരുത്തിയാണ്. എടി നീ ഇനി എന്തൊക്കെ തന്നെ ചെയ്താലും നിന്റെ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്നെ തളച്ചിടാമെന്ന് നീ കരുതണ്ട. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുമെന്നൊക്കെ പറയുന്ന സമയത്തിന് വേദ ചോദിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയേക്കാൾ ഏറ്റവും കൂടുതൽ വലുതാണോ ആ ശ്രീകാര്യം ശ്രീനിവാസൻ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ഈ കുടുംബത്തിനെയും എന്നെയും മറക്കണം. എന്താ അതിന് നിങ്ങൾക്ക് കഴിയുമെന്നിങ്ങനെ വേദ വീണ്ടും എടുത്തു ചോദിക്കുന്ന സമയത്തിന് വിക്രം ഒന്നും മിണ്ടാതെ അങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണ്. വേദ പറഞ്ഞിട്ട്, നിങ്ങളൊരു കാര്യം ഓർത്തോ, ഇനിയും ആ ശ്രീകാര്യ ശ്രീനിവാസൻ കാരണം നിങ്ങൾ എന്തെങ്കിലും പ്രശ്നത്തിൽ പോയി ചാടിയാ എന്നും സംഭവിക്കുന്നത് പോലെയൊന്നുമല്ല. എന്നും ഇതുപോലെ തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് വരില്ല. എനിക്ക് തടയാൻ പറ്റുന്ന അത്രത്തോളം ഞാൻ നിങ്ങളെ തടഞ്ഞുകൊണ്ടേയിരിക്കും. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ വേദ അവിടെ നിന്നും പോകുന്നത്. ഈ സമയത്ത് തന്നെ വിക്രമാണെങ്കിൽ ചെകുത്താൻ്റെയും കടലിൻ്റെയും നടുക്ക് നിൽക്കുന്ന ഒരവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കും. ആകെ ടെൻഷനോട് കൂടെ തന്നെ താൻ ആരുടെ കൂടെ നിൽക്കണം, ആരുടെ ഭാഗത്തായിരിക്കും ശരി, ആരുടെ ഭാഗത്തായിരിക്കും തെറ്റ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രമിൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരിക്കും. രാവിലെ കമലമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വിക്രമിൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നുണ്ട്. വേദിയുടെ കണ്ണീരെങ്ങാനും ഇനി ഈ വീട്ടിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ നിന്റെ മുന്നിൽ വെച്ച് ഞാൻ മണ്ണെണ്ണ കൊടുത്ത് തീ കൊളുത്ത് മരിക്കുമെന്ന കാര്യമൊക്കെ കമലമ്മ പറഞ്ഞിരുന്നല്ലോ. ആ കാര്യമായിരിക്കട്ടെ വിക്രമിൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീകാര്യ ശ്രീനിവാസന്റെ കാര്യത്തിൽ നിന്നും കുറച്ചൊക്കെ അകലം പാലിക്കണമെന്നും താൻ ഇനി ഈ കാര്യത്തിൽ കുറച്ചൊക്കെ സൂക്ഷിക്കണമെന്നൊക്കെ വിക്രം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ വേദ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ വിക്രം ചോദിക്കുന്നുണ്ട്, രാവിലെ തന്നെ കുളിച്ചൊരുങ്ങിയിട്ട് ഇത് എങ്ങോട്ടേക്കായി പോകുന്നത്? വേദ പറഞ്ഞിട്ട്, അതെ എനിക്കൊന്ന് അമ്പലത്തിലേക്ക് പോകണം, എൻ്റെ കൂടെ നിങ്ങളും വരണം. വിക്രം പറഞ്ഞിട്ട്, അയ്യോ എനിക്ക് ഏതായാലും നിന്റെ കൂടെ വരാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ ഇലക്ഷൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്നറിയില്ലേ, എനിക്ക് രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോകണം. നീ തൽക്കാലം ശ്രീജയെടുത്തി അമ്മയും കൂട്ടി പൊയ്ക്കോ എന്ന് പറയുന്ന സമയത്ത് തന്നെ വേദ പറഞ്ഞിട്ട്, അതൊന്നും തൽക്കാലം നടക്കില്ല, എൻ്റെ കൂടെ നിങ്ങൾ തന്നെ വരണം. പെട്ടെന്ന് തന്നെ പോയിട്ട് വരണം. പോയി വന്നിട്ട് വേണം എനിക്ക് ഓഫീസിലേക്ക് പോവാൻ. ഇപ്പം തന്നെ ഇതേ ലേറ്റായി, നിങ്ങൾ പെട്ടെന്നൊന്ന് പോയി കുളിച്ചേന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ എങ്ങനെ നിർബന്ധിക്കുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട്, അതെ നീ തനിച്ചങ്ങ് പോയാൽ മതി, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്ന സമയത്തിന് വേദക്ക് ദേഷ്യം വരട്ടോ. വേദ പറഞ്ഞിട്ട്, അതെ നിങ്ങൾ എൻ്റെ കൂടെ വരും, നിങ്ങളെ കൊണ്ടേ ഞാൻ ഇന്ന് പോകുന്നുള്ളൂ. അങ്ങനെ വേദ ഇങ്ങനെ മുന്നിലേക്ക് നടന്നു വരുന്ന സമയത്തിന് കമലമ്മ അവിടെ നിൽക്കുന്നുണ്ടാവും. വേദ രാവിലെ തന്നെ റെഡിയായിക്കുന്നതും കണ്ടുകൊണ്ട് തന്നെ കമലമ്മ ചോദിക്കുന്നുണ്ട്, മോളിത് രാവിലെ തന്നെ എവിടേക്ക് പോവാന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, അതെ ഞാനന്ന് അമ്പലത്തിലേക്ക് പോവാണ്, വിക്രമിനെയും കൂട്ടിയിട്ട് അമ്പലത്തേക്ക് പോവാമെന്ന് വിചാരിച്ചു. എൻ്റെ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ ഉണ്ടാമേന്ന് പറയുന്ന സമയത്തിന് വിഷമത്തോടു കൂടെ തന്നെ കമലമ്മ ചോദിക്കുകയാണ്, എന്താ മോളെ, എന്നിട്ട് വിക്രം നിന്റെ കൂടെ വരാമെന്ന് പറഞ്ഞോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, ഇല്ല എൻ്റെ കൂടെ വരില്ലെന്നാ പറഞ്ഞത്. പക്ഷേ അമ്മ പറഞ്ഞ വിക്രം എന്തായാലും തീർച്ചയായിട്ടും എൻ്റെ കൂടെ വരും. ഞാൻ ഈ കാര്യം അമ്മയോടൊന്ന് സൂചിപ്പിക്കാൻ വേണ്ടി വരുമായിരുന്നു എന്ന് പറയാട്ടെ വേദ. കമലമ്മ പറഞ്ഞിട്ട്, മോള് എല്ലാ കാലത്തും ഈ വീട്ടിലെ മരുമകളായിട്ട് എൻ്റെയും മാഷിൻ്റെയും മരുമകളായിട്ട് ഈ വീട്ടിൽ എക്കാലത്തും ഉണ്ടാവണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ആഗ്രഹം. പക്ഷേ വിക്രമിൻ്റെ ഈ ഒരു ദുർനടപ്പ് കാരണം മോള് എത്ര കാലം അവനെ വിശ്വസിച്ച് ഈ വീട്ടിൽ നിൽക്കും? അവൻ ഇനി ഒരിക്കലും നന്നാവുമെന്നൊന്നും എനിക്കിനി തോന്നുന്നില്ല മോളെ. ഇനിയിപ്പോൾ ആരൊക്കെ തന്നെ വിചാരിച്ചാലും അവനെ മാറ്റിയെടുക്കാനൊന്നും പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അന്നേരം വേദ കമലമ്മയോട് പറഞ്ഞിട്ട്, അതൊക്കെ മാറും അമ്മേ, അങ്ങനെ മാറ്റിയെടുക്കാനല്ലേ ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് അമ്മ എനിക്കൊരു അവസരം താ, അമ്മയുടെ സഹായം എനിക്ക് വേണം, അമ്മ എൻ്റെ കൂടെ തന്നെ നിൽക്കണം. എന്താ അമ്മ എൻ്റെ കൂടെ നിൽക്കില്ലേ എന്നിങ്ങനെ വേദ വീണ്ടും എടുത്തു ചോദിക്കുന്ന സമയത്തിന് കമലത്തിനാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ വേദയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. വേദ പറഞ്ഞിട്ട്, അമ്മേ എൻ്റെ മനസ്സിൽ ചില കണക്കുകൂട്ടലുകളും ചില തീരുമാനങ്ങളുമുണ്ട്. വിക്രം എൻ്റെ കൂടെ അമ്പലത്തിലേക്ക് വരിക മാത്രമല്ല ചെയ്യേണ്ടത്, ഞാൻ ചെയ്യുന്ന ചില വഴിപാടുകൾക്ക് എൻ്റെ കൂടെ തന്നെ എൻ്റെ ഒപ്പം നിൽക്കണം. ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും അമ്മ എന്നെ സഹായിക്കണം.
ഈ കാര്യത്തിൽ അമ്മ പറഞ്ഞാൽ മാത്രമേ വിക്രം കേൾക്കുള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അമ്മ വിക്രമിനോട് എൻ്റെ കൂടെ അമ്പലത്തിൽ വരാൻ പറയണം. എന്താ ഞാൻ പറഞ്ഞ കാര്യം അമ്മ വിക്രമിനോട് പറയില്ലേ അമ്മേ? കമലമ്മ ചോദിക്കുന്നതിന് മോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഏതായാലും വിക്രമിനോട് പറയാം. മോൾ ഉദ്ദേശിക്കുന്ന കാര്യം ഇതോടുകൂടെ നടക്കുകയാണെങ്കിൽ അതിൽ പരം സന്തോഷം ഈ അമ്മക്ക് വേറെയില്ല. വേദ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ അമ്മ ഇപ്പം തന്നെ വിക്രമിനോട് റെഡിയായിട്ട് എൻ്റെ കൂടെ അമ്പലത്തിൽ വരാൻ പറയണം. പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കൂടെ വരാൻ പറയണം. ഞങ്ങളുടെ കൂടെ ശ്രീജയത്തിനെയും നന്ദിനിയേട്ടനെയും കൂടെ വന്നോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ വേദ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നത്. വേദയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് കമലമ്മയുടെ മനസ്സിൽ ഒരു നേരിയ പ്രതീക്ഷ തോന്നുന്നുണ്ട്. വേദയ്ക്ക് ഏതായാലും വിക്രമിനെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് തോന്നലായിരിക്കട്ടെ കമലമ്മയുടെ മനസ്സിൽ. കമലമ്മ വളരെയധികം സ്നേഹത്തോടെ നേരെ വിക്രമിൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലും. വിക്രമിൻ്റെ തൊട്ടടുത്തിരുന്നു കൊണ്ടതിന് കണ്ണിമ വെട്ടാതെ വിക്രമിനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അന്നേരം വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ, അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അന്നേരം കമലമ്മ വിക്രമിൻ്റെ മുഖത്ത് തലോടിക്കൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, അമ്മ തല്ലിയത് മോന് ഒരുപാടധികം വേദനിച്ചോ? അന്നേരം വിക്രം പറഞ്ഞിട്ട് അതൊന്നും സാരമില്ല അമ്മേ എന്ന് പറയുന്ന സമയത്തിന് കമലമ്മ പറഞ്ഞിട്ട്, ദേ കണ്ടില്ലേ, വേദമോള് അമ്പലത്തിലേക്ക് പോവാൻ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് എന്തോ വഴിപാടുണ്ടെന്നൊക്കെ പറഞ്ഞു. അവളുടെ കൂടെ നീയും പോവണം. അമ്മ പറയുന്നത് മോൻ അനുസരിക്കണം. നീ അവളുടെ കൂടെ പോകണം. എന്നിട്ട് ആ ഒരു വഴിപാടെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് തിരികെ വന്നാൽ മതി. അത് കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് ദേഷ്യം വരാണ്. വിക്രം ചോദിക്കുന്നത്, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഓ, അവളായിരിക്കില്ലേ അമ്മയെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചത്? അമ്മേ, അവളുടെ മനസ്സിലുള്ള ഉദ്ദേശം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. കമലമ്മക്ക് ദേഷ്യം വരട്ടെ. കമലമ്മ ചോദിക്കുന്നത്, എന്താടാ ഈ അമ്മ പറഞ്ഞാലൊന്നും നീ അനുസരിക്കില്ലേ? ഇന്നലെ അമ്മ പറഞ്ഞതൊന്നും നീ മറന്നിട്ടില്ലല്ലോ. അത് ഞാൻ പറഞ്ഞത് വെറും വാക്കല്ല, അതെപ്പോഴും നിന്റെ മനസ്സിലുണ്ടായിരുന്നാൽ മതി. ഇപ്പം തൽക്കാലം നീ ഞാൻ പറയുന്നത് കേൾക്ക്. വേദമോളുടെ കൂടെ നീ സന്തോഷത്തോടു കൂടെ തന്നെ അമ്പലത്തിലേക്ക് പോയിക്കോ. നിങ്ങളുടെ കൂടെ ശ്രീജയും നന്ദിനിയൊക്കെ ഉണ്ടാവും. നീ പെട്ടെന്ന് തന്നെ റെഡിയാവാൻ നോക്ക്. ഇനിയിപ്പോൾ ഇതിന് നീ എതിർപ്പൊന്നും പറയണ്ട. നല്ലൊരു കാര്യത്തിനല്ലേ അമ്മ ഈ പറയുന്നത്. എന്താടാ മോനെ, അനുസരിക്ക് മോനെ എന്നൊക്കെ പറഞ്ഞ് കമലമ്മ വീണ്ടും നിർബന്ധിക്കുന്ന സമയത്തിന് മനസ്സില്ലാത്ത മനസ്സോടു കൂടെ തന്നെ വിക്രമിന് അതിന് സമ്മതിക്കേണ്ടി വരികയാണ്. അങ്ങനെ മനസ്സോടു കൂടെ തന്നെ വേദയുടെ കൂടെ അമ്പലത്തിലേക്ക് പോവാൻ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടായിരിക്കട്ടോ വിക്രം പുറത്തേക്ക് വരുന്നത്. ഈ സമയത്തിന് നന്ദിനിയും അതുപോലെ തന്നെ ശ്രീജേച്ചിയും റെഡി ആയിക്കൊണ്ട് വന്നിട്ടുണ്ടാവും. നന്ദിനി വന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മേ എന്നോട് ശ്രീജേച്ചിയോടും വിക്രമിൻ്റെയും വേദയുടെ കൂടെ അമ്പലത്തിലേക്ക് പോകാൻ പറഞ്ഞത്? ഇന്ന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് കമലമ്മ പറഞ്ഞിട്ട്, ഇന്ന് വിക്രത്തിൻ്റെ പേരിൽ കുറച്ച് പ്രത്യേക വഴിപാടും നേർച്ചയൊക്കെയുണ്ട്. അപ്പം പിന്നെ നിങ്ങളും കൂടെ പോവണ്ടേ? ഞാനും കൂടെ വന്നേനെ. പക്ഷേ പറമ്പിലാണെങ്കിൽ ഒത്തിരിയധികം ജോലി തിരക്കുകളുണ്ട്. മാഷിനെ കൊണ്ട് മാത്രം ഏതായാലും അതൊന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. അന്നേരം വേദ വന്ന് പറഞ്ഞിട്ട്, ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ടമ്മേ, ഞങ്ങൾ എന്നാ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് വേദ നല്ല സുന്ദരി കുട്ടിയായി അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് തന്നെ നേരെ വിക്രമിൻ്റെ അടുത്തേക്ക് വരും. അതീവ സുന്ദരിയായിട്ട് വേദ തൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കുന്ന സമയത്തിന് വിക്രം വളരെയധികം കൗതുകത്തോട് വേദയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കട്ടോ. കണ്ണിമ വെട്ടാതെ ഒരു നിമിഷം നോക്കി നിന്നതിന് ശേഷം പെട്ടെന്ന് കണ്ണു വെട്ടിച്ചിട്ട് നേരെ ബൈക്കിൽ കയറിയിരിക്കുകയാണ് വിക്രം. അങ്ങനെ വിക്രമും വേദയും അവരുടെ ബൈക്കിലായിട്ടും അതുപോലെ തന്നെ നന്ദിനിയടുത്തിൻ്റെ ശ്രീജയടുത്തിയും ഒരു ഓട്ടോയിലായിട്ടായിരിക്കട്ടെ അമ്പലത്തിലേക്ക് പോകുന്നത്. അമ്പലത്തിലേക്ക് എത്തിയതിനു ശേഷം നന്ദിനിയുടെ കുശുമ്പ് നന്ദിനി ചോദിക്കുന്നൊരു ശ്രീജയടുത്തിയോട്, ഇതിന് പിന്നിൽ വേദയുടെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട്. ശ്രീജി ചോദിക്കുന്നത്, എന്തിനാ നന്ദിനി നീ എപ്പോഴും ഇങ്ങനെ മാത്രം ചിന്തിക്കുന്നത്? നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അമ്പലത്തിലാണെന്നുള്ള കാര്യം നീ മറക്കണ്ട. നീ ഇങ്ങോട്ടേക്കൊന്ന് വന്നേന്ന് പറയുന്ന സമയത്തിന് ശ്രീജിയും നന്ദിനി വിക്രമും വേദയുമായിട്ട് നേരെ അമ്പലത്തിലേക്ക് കയറുന്നുണ്ട്. അതിനുശേഷം അവർ നേരെ ഭഗവാനെ നോക്കിയിട്ട് തൊഴുത് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചതിന് ശേഷം വേദ വിക്രമിനോട് പറഞ്ഞിട്ട്, ഞാൻ വഴിപാടിൻ്റെ റെസീറ്റ് എല്ലാം എഴുതിയതിനു ശേഷം പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാം. അങ്ങനെ വേദ പോയതിനു ശേഷം വിക്രം നന്ദിനി ശ്രീജയും കൂടെ വലം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. വേദയും അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് പൂജാരി വന്ന് ചോദിക്കുന്നുണ്ട്, ഇയാളാണോ വഴിപാട് നടത്തുന്നത്? വേദ പറഞ്ഞിട്ട്, അതേ പൂജാരി എന്ന് പറയുന്ന സമയത്തന്നെ വിക്രം പയ്യെ വേദയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്, നീ എന്ത് വഴിപാടാണ് നേർന്നിരിക്കുന്നത്? പൂജാരി പറഞ്ഞിട്ട്, എങ്കിൽ പിന്നെ നിങ്ങൾ പോയിട്ട് കുളിച്ചിട്ട് വരൂ എന്ന് പറയുന്ന സമയത്ത് തന്നെ വിക്രം വീണ്ടും ചോദിക്കുന്നുണ്ട്, പറ, നീ സത്യം പറ, നീ എന്ത് വഴിപാടാണ് നേർന്നിരിക്കുന്നത് എന്ന് ചോദിക്കും. അന്നേരം വേദ അതിനെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ, നിങ്ങൾ ആദ്യം പോയിട്ടൊന്ന് കുളിച്ചിട്ട് വരൂ എന്ന് പറയും. അപ്പോൾ വീണ്ടും പൂജാരി ചോദിക്കുന്നുണ്ട്, എന്താ പറയുന്നത് കേൾക്കുന്നില്ലേ? ഇവിടെ തൊട്ടടുത്ത് ക്ഷേത്ര കിണറുണ്ട്, അവിടെ പോയിട്ട് കുളിച്ചിട്ട് വന്നാൽ മതി. പൂജാരി പിന്നീട് അങ്ങനെ ശ്രീജയെ നന്ദിനിയെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, വേറെ ആരെങ്കിലും ഇങ്ങനെ പ്രത്യേകിച്ച് വഴിപാട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം വേദ നേരെ നന്ദിനിയെ നോക്കിയിട്ടൊന്ന് ചിരിച്ചുകൊണ്ട് തന്നെ പൂജാരിയോട് പറയുന്നുണ്ട്, ആ ഉണ്ട്, നന്ദിനിയേട്ടത്തിക്ക് ഉണ്ട് എന്ന് പറയുന്ന സമയത്തിന് നന്ദിനിക്ക് അങ്ങനെ ദേഷ്യം വന്നുകൊണ്ട് തന്നെ വേദയെ ഇങ്ങനെ നോക്കി ദഹിപ്പിക്കുകയാണ്. നന്ദിനി ചോദിക്കുന്നുണ്ട്, എന്ത് വഴിപാട് എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, അതെ അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞു നന്ദിനിയേട്ടത്തെ കൊണ്ട് വഴിപാട് നടത്തിപ്പിക്കണമെന്ന്. തൽക്കാലം 100 പ്രദക്ഷിണം വെച്ചോട്ടെ, അതായിക്കോട്ടെ പൂജാരി എന്ന് ചോദിക്കാണ് വേദ. അന്നേരം നന്ദിനി ആകെ ഷോക്കായിട്ട് ഇങ്ങനെ വേദയും പൂജാരിയും ഇങ്ങനെ മാറി മാറി നോക്കി നിൽക്കുന്ന സമയത്തിന് പൂജാരി പറഞ്ഞിട്ട്, എങ്കിൽ പിന്നെ കുട്ടി വന്നോളൂ എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയെ വിളിക്കും. ആ സമയത്തിന് ശ്രീജ ചിരിച്ചുകൊണ്ട് നന്ദിനിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പൂജാരി നന്ദിനിയോട് പറഞ്ഞിട്ട്, നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വഴിപാട് തുടങ്ങിക്കോളൂ. ഇപ്പോഴെങ്കിലും തുടങ്ങി വെച്ചാലേ വെയിലാവുന്നതിന് മുൻപേ തന്നെ വഴിപാട് തീർക്കാൻ പറ്റുള്ളൂ.
നന്ദിനിക്ക് തൊട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ ദേഷ്യപ്പെട്ട് വേദ ഇങ്ങനെ നോക്കി ദഹിപ്പിക്കുന്നുണ്ട്. നല്ല 8ന്റെ മുട്ടമണി തന്നെ ആയിരിക്കട്ടെ വേദ നന്ദിനിയുടെ അടുത്തേക്ക് കൊടുത്തിരിക്കുന്നത്. നന്ദിനി ഏതായാലും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ അമ്പലത്തിൽ ഇങ്ങനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ശ്രീജി ചോദിക്കുന്നുണ്ട്, ഇന്നലെ വിക്രമിനോട് നന്ദിനി പറഞ്ഞതിൻ്റെ ശിക്ഷയാണോ ഇത് എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നുണ്ട്, അതൊന്നുമല്ല, ഇത് നന്ദിനി അടുത്തേക്കുള്ള വഴിപാട് തന്നെയാണ്. ഇത് ചെയ്യുന്നതോടുകൂടി തന്നെ നന്ദിനി അടുത്തേക്ക് എന്തെങ്കിലും ഒരു ബോധോദയം ഉണ്ടാവട്ടെ, എന്തെങ്കിലും കുറച്ചെങ്കിലും അസൂയയും കുശുമ്പൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ. വേദയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ശ്രീജി അടുത്ത് അങ്ങ് ചിരിക്കുകയാണ്. വിക്രം ഏതായാലും ഈ സമയത്ത് പോയിട്ട് അമ്പലക്കിണറിൽ നിന്ന് കുളിച്ചെല്ലാം ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വേദയും ശ്രീജയെടുത്തിയും അവിടെ നിൽക്കുന്നുണ്ടാവും. പൂജാരി വന്നിട്ട് ഇങ്ങനെ വിക്രമിനോട് പറഞ്ഞിട്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥനയോടെ തന്നെ വഴിപാട് തുടങ്ങിക്കോളൂ. വിക്രം വന്നിട്ട് വേദയോട് ചോദിക്കുന്നുണ്ട്, എന്ത് ചെയ്യാനാ പറഞ്ഞത്, എന്ത് വഴിപാടാണ് നീ നേർച്ചയാക്കിയിരിക്കുന്നത് എന്ന് ചോദിക്കും. പൂജാരി പറഞ്ഞിട്ട് ക്ഷേത്ര പ്രദക്ഷിണം 100 തവണ വലയം വെക്കണം, എങ്കിൽ പിന്നെ കിടന്നോളൂ എന്ന് പറയും. അത് കേട്ടതോടുകൂടി തന്നെ വിക്രമിനൊരു ഷോക്കായിരിക്കും. എന്നിട്ട് വേദയെ തന്നെ ഇങ്ങനെ തുറപ്പിച്ചു നോക്കുന്ന സമയത്തിന് വേദ പറയുന്നത് കേട്ടില്ലേ വിക്രം, പൂജാരി പറഞ്ഞതുപോലെ തന്നെ തറയിൽ കിടന്നോളൂ. വേദയെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയതിനു ശേഷമായിരിക്കട്ടെ വിക്രം അവിടെ തറയിൽ കിടക്കുന്നത്. അങ്ങനെ പ്രദക്ഷിണം ചെയ്യുന്ന സമയത്തിന് വിക്രമിൻ്റെ ദേഹമെല്ലാം തന്നെ നന്നായിട്ട് വേദനിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരുപാടധികം കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും 100 തവണ പ്രദക്ഷിണം വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭഗവാനെ നോക്കി തൊഴുതുന്ന സമയത്തിന് പൂജാരി വന്നിട്ട് പ്രസാദം കൊടുക്കും. പ്രസാദം എടുത്തുകൊണ്ട് തന്നെ വേദ വിക്രമിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ ചാർത്തി കൊടുക്കുന്ന സമയത്തിന് വിക്രം ദേഷ്യപ്പെട്ടുകൊണ്ടായിരിക്കട്ടെ വേദയെ നോക്കുന്നത്. പക്ഷേ വേദയാണെങ്കിൽ ഒത്തിരി അധികം സ്നേഹത്തോടെ വിക്രമിനെ തന്നെ ഇങ്ങനെ കണ്ണിമ വെട്ടാതെ നോക്കി നിൽക്കുകയാണ്. ഈ സമയത്തൊക്കെ വിക്രമിൻ്റെ ദേഹമെല്ലാം നന്നായിട്ട് വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ വിക്രം അവിടെ നിന്ന് നടന്നു പോകുന്ന സമയത്തിന് വേദ ശ്രീജയടുത്തിയോട് പറഞ്ഞിട്ട് ഇനി ഏതായാലും കുറച്ച് ദിവസത്തേക്ക് വിക്രമിന് തല്ലിനും വഴക്കിനൊന്നും പോവാൻ കഴിയില്ല. ദേഹമാസകലം നല്ല വേദനയായിരിക്കും, കൈക്കും കാലിനും ദേഹമാകെ. ഇനി ഏതായാലും കുറച്ച് ദിവസത്തേക്ക് വിക്രമിന് അനങ്ങാൻ കഴിയില്ല. ഇനിയിപ്പോൾ രാഷ്ട്രീയ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇനി അണികളുടെ പിന്നാലെ നടക്കാനും പോകുന്നില്ല. അതുകൊണ്ടല്ലേ മനഃപൂർവ്വം തന്നെ വിക്രമിനെ കൊണ്ട് ഞാൻ ഈ ഒരു നേർച്ച തന്നെ ചെയ്യിപ്പിച്ചത്. ഇനി ഇത് മാത്രമല്ല, ഇനിയും ഇഷ്ടം പോലെ വഴിപാടൊക്കെ ചെയ്യിപ്പിക്കാനുണ്ട്. ഇനി ഇവിടെ നിന്ന് 1 മാസത്തേക്ക് ഞാൻ വിക്രമയെ അനങ്ങാൻ പോലും സമ്മതിക്കില്ല. വിക്രമിനെ ഞാൻ എൻ്റെ വഴിക്ക് വരുത്തിപ്പിക്കുമെന്നൊക്കെ കേട്ടുകൊണ്ട് തന്നെ വിക്രം അങ്ങോട്ടേക്ക് വരും. വിക്രത്തിന് അതൊക്കെ കേൾക്കുന്ന സമയത്തിന് ഭയങ്കര ദേഷ്യം വരട്ടോ. എന്നിട്ട് ദേഷ്യപ്പെട്ട് വേദ ഇങ്ങനെ തുറപ്പിച്ചു നോക്കി നിൽക്കുകയാണ് വിക്രം. പൂജാരി വിക്രമിനെ വിളിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട് താൻ ഈ മാല കഴുത്തിലിടണം, നീ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ അങ്ങോട്ടേക്ക് വിളിപ്പിക്കുന്നുണ്ട്. പൂജാരി ചെന്നിട്ട് വിക്രമിൻ്റെ കഴുത്തിലേക്ക് ആ ഒരു മാല ഇട്ട് കൊടുക്കും. അന്നേരം തന്നെ നന്ദിനിയടുത്തിയും ശ്രീജയടുത്തിയും ഒന്നും അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കട്ടോ. വിക്രം പോലും അറിയുന്നില്ല മലക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള മാലയാണ് പൂജാരി തൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്ന കാര്യം. വേദയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓൾറെഡി മനസ്സിൽ കണക്ക് കൂടിയിട്ടുണ്ടാവും. മലക്ക് പോകാനുള്ള ആ ഒരു മാലയും കൂടി ഇട്ട് കൊടുക്കുന്നതോടുകൂടി തന്നെ വേദക്ക് സന്തോഷമായിരിക്കട്ടോ. കാരണം വേദ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വേദ വളരെയധികം സന്തോഷത്തിൽ ഇങ്ങനെ വിക്രമിനെയും നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.